2026 അല്ലെങ്കിൽ 27 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് മോഡലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് മോഡലിൽ സ്പൈ ഷോട്ടും ലീക്ക്ഡ് ഇമേജും പാറ്റൻ്റൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൈപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഫസ്റ്റത്തെ മോഡൽ ഹോണ്ടയുടെ ഒരു സ്കൂട്ടറാണ്. ഹോണ്ടയുടെ ഫയർ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ ഇപ്പോൾ പാറ്റൻ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. പാറ്റൻ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വണ്ടിയുടെ ഡിസൈൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് പാറ്റൻ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഡിസൈൻ മറ്റുള്ള ബ്രാൻഡ്, ചൈനീസ് ബ്രാൻഡ് പോലുള്ള കുറച്ച് ബ്രാൻഡുകളൊക്കെ കോപ്പി അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റൻ്റ് ചെയ്യുന്നതാണ്. പാറ്റൻ്റ് ചെയ്തതിനെ കൊണ്ട് ഒരിക്കലും വണ്ടി ഇന്ത്യയിലേക്ക് 100% കൺഫേം ആയിട്ട് വരാനൊന്നും പോകുന്നില്ല. കാരണം നമുക്കറിയാം ഹോണ്ട മറ്റുള്ള ഒരുപാട് മോഡൽ പാറ്റൻ്റ് ചെയ്തിട്ടുണ്ട്. CBR ഒക്കെ നമുക്കറിയാം ഹോണ്ടയുടെ CBR 150R 250RR ഒക്കെ പാറ്റൻ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. ഭാവിയിൽ അങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരണ്ടെങ്കിൽ ഇന്ത്യയിൽ മുമ്പേ പാറ്റൻ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. മേ ബി കൊണ്ടുവരാം അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ യമഹയുടെ എയറോക്സ്, പിന്നെ ഹീറോൻ്റെ സൂ 160 ഒക്കെ മാർക്കറ്റിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് ഫയർ ബ്ലേഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഉപയോഗിച്ച എഞ്ചിൻ 159cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇപ്പോൾ 14.5 bhp ആണ് വണ്ടിയുടെ മാക്സിമം പവർ. ഏകദേശം ഒരു 15 അടുത്ത് തന്നെ ടോർക്കും എക്സ്പെക്റ്റ് ചെയ്യാം. 4.4 ലിറ്ററാണ് ടാങ്ക് റേഞ്ച്. ഏകദേശം ഒരു 40 അല്ലെങ്കിൽ 45 റേഞ്ചിൽ മൈലേജും എക്സ്പെക്റ്റ് ചെയ്യാം. 113 ആണ് വണ്ടിയുടെ കാർബ് വെയിറ്റ്. 4.4 ലിറ്റർ ടാങ്ക് റേഞ്ച് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ വീൽസൊക്കെ കുറച്ച് വലുതാണ്. 14 ഇഞ്ച് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് ചാൻസ് ഉണ്ട്. കാരണം ഹോണ്ടക്കാണെങ്കിൽ ഒരു മാക്സി സ്കൂട്ടർ സെഗ്മെൻറ്റ് ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ടുവരാനുള്ള ചാൻസ് ഹൈ ആണ്. ലോഞ്ച് ഡേറ്റ് ഒന്നും ഒഫീഷ്യലായിട്ട് തന്നെ ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് പുറത്ത് വിട്ടിട്ടില്ല. രണ്ടാമത്തെ മോഡൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 650 ആണ്. വണ്ടി ലോഞ്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് വണ്ടിയുടെ ലോഞ്ച് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളത്. ബുള്ളറ്റിൻ്റെ തന്നെ 350 ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഒരു ബിഗ്ഗർ മോഡൽ, അതിൻ്റെ ഒരു ചേട്ടനായിട്ട് ഇത് വരും. ലുക്ക് ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. 350 പോലെ തന്നെയാണ്. കുറച്ചും കൂടി ഇത് ബിഗ്ഗറായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിലും സെയിം ഡിസൈൻ തന്നെയാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റർ കോണ്ടിനെൻ്റൽ GT-യിലൊക്കെ കണ്ട സെയിം എഞ്ചിനാണ്. 648cc പാരലൽ 10 സിലിണ്ടർ എഞ്ചിനാണ്. 47 PS ഓഫ് പവറും 52 Nm ആണ് ടോർക്ക്. 6-speed ട്രാൻസ്മിഷനാണ്. 240 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. ഭയങ്കര ഹെവിയാണ് വണ്ടി. നിങ്ങളൊരു ബുള്ളറ്റ് ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിക് ബൈക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു നല്ല പവർഫുൾ എഞ്ചിൻ തന്നെയാണ് 648cc. നിങ്ങളൊരു എൻഫീൽഡിൻ്റെ ബൈക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹാഫ് സ്ലീവ് ഒക്കെ ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് എൻഫീൽഡിൻ്റെ ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് നല്ല മാച്ച് ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ബുള്ളറ്റ് 650 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ ബൈക്ക് ബജാജിൻ്റെയാണ്. ബജാജിൻ്റെ അവഞ്ചർ 220യുടെ സ്ട്രീറ്റ് മോഡലിൻ്റെ അപ്ഡേറ്റഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ അവഞ്ചറിൻ്റെ 220യുടെ ഒക്കെ പുതിയ മോഡൽ അല്ലെങ്കിൽ സെക്കൻഡൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്, അതിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അവഞ്ചറിൻ്റെ 160 എന്ന് പറയുന്ന മോഡൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പകരം ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേരിയൻറ്റ് വരും. 2 പുതിയ കളേഴ്സിലാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. ഒന്ന് എബോണി ബ്ലാക്കും മറ്റേതൊരു കോക്ടെയിൽ റെഡ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളേഴ്സാണ്. കളേഴ്സിൻ്റെ പിക്ചറൊക്കെ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊരു ക്രൂസർ മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് ഭയങ്കര കുറവാണ്. 737 mm ആണ് സീറ്റ് ഹൈറ്റ്. 160 kg ആണ് വണ്ടിയുടെ കാർബ് വെയിറ്റ്. പുതിയൊരു ഷോർട്ടർ ഹാൻഡിൽ ബാർ അവർ കൊടുത്തേക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം, കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന എഞ്ചിൻ 220cc ആണ്. ഇപ്പോൾ 19 PS ഓഫ് പവറും 17 Nm ടോർക്കും 5-speed ട്രാൻസ്മിഷൻ തന്നെയാണ്. വേറെ എടുത്തു വരേണ്ട മേജർ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ കൊടുത്തേക്കാം. ഇതിൻ്റെ ലോഞ്ച് പ്രൂഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ടി ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. ലിസ്റ്റിലുള്ള 4ാമത്തെ ബൈക്ക് ഹാർലി ഡേവിഡ്സൻ്റെ ആണ്. ഹാർലി ഡേവിഡ്സൻ്റെ സ്പ്രിൻറ്റ് 440 എന്ന് പറയുന്ന ഒരു ക്രൂസർ മോട്ടോർ സൈക്കിൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹാർലി ഡേവിഡ്സൻ്റെ X440 T എന്ന് പറയുന്ന മോഡൽ ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നുണ്ട്. അത്യാവശ്യം നല്ല സെയിൽസോടെ വണ്ടി പോകുന്നുണ്ട്. അതേ എഞ്ചിനിൽ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ ഒരു സ്പ്രിൻറ്റ് 440. ഒരു ക്രൂസർ ആയിരിക്കും. ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. അവരുടെ ബൈക്കുകളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഒരു പ്രത്യേകിച്ച് ഒരു ക്രൂസർ ബൈക്ക്, ബോബർ ബൈക്കൊക്കെയാണ് നിർമ്മിക്കാറ്. അത്യാവശ്യം നല്ല പ്രൈസിങ് ഉണ്ടാവും. ഇന്ത്യയിലേക്ക് വണ്ടി കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ഹീറോ ആയിട്ടാണ് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പ്രൈസ് ഒരു പരിധി വരെ കുറവാണെന്ന് വണ്ടിക്ക് പറയാം. വണ്ടി കുറച്ച് സർപ്രൈസ് ആക്കിയിട്ടാണ് പുറത്തിറക്കാൻ പോകുന്നത്. വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂണോടുകൂടി വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും. 5ാമതുള്ളത് എൻഫീൽഡിൻ്റെ ക്ലാസിക് 350ൻ്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോഡലാണ്. വണ്ടി ഇപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വണ്ടി കുറച്ചും കൂടി നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ടാങ്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതിൽ E85 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 85% എഥനോൾ ബ്ലെൻഡഡ് ആയിരിക്കും. ബാക്കി 15% മാത്രമേ പെട്രോളിങ്ങിൻ്റെ മിക്സിങ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റൂളും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊല്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഇപ്പം E20 ആണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് E25, E35 അങ്ങനെയുള്ള ഒരു എഥനോൾ ഒരു എമിഷൻസൊക്കെ കൂട്ടി കൊണ്ടുവരുന്ന ടൈമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനി തന്നെ ഇങ്ങനെയുള്ള മോഡലൊക്കെ ഇറക്കാൻ തുടങ്ങി. നോർമൽ 350 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ സ്പെക്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 349cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിനാണ്. 27 പീസ് ഓഫ് പവറും 20 Nm ഓഫ് ടോർക്ക് തന്നെയാണ്. ഇപ്പം നോർമൽ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ മൈലേജിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. 6ാമത്തെ ബൈക്ക് എൻഫീൽഡിൻ്റെ സ്ക്രാമിൻ്റെ 450 ആണ്. ഈ അടുത്താണ് വണ്ടിയുടെ ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സ്ക്രാം 440ൻ്റെ ഏകദേശം സെയിം ഡിസൈൻ ആയിരിക്കും. അതിൽ നമ്മളെ ഹിമാലയൻ 450ൻ്റെ ഷെർപ്പ എഞ്ചിനായിരിക്കും അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ വണ്ടിയുടെ പവർ ഔട്ട്പുട്ടിൽ മൊത്തം ചേഞ്ച് ആവും. ഒരു 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. അതിൽ ഏകദേശം ഒരു 40 bhp പവറും 40 Nm ഓഫ് ടോർക്കും വരുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. ഷോക്കിൻ്റെ സെറ്റപ്പിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വണ്ടി കുറച്ചും കൂടി പെർഫോമൻസ് കൂടി എഞ്ചിനായിരിക്കും. അപ്പം നമുക്ക് സിറ്റീസിലും ഹൈവേസിലും ഓഫ് റോഡിങ്ങിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് എൻഫീൽഡിൻ്റെ ഒരു പ്ലാനിങ്ങിലുള്ള ഒരു ബൈക്കാണ്. 2026 എന്തായാലും ലോഞ്ച് കാണില്ല. 2027 വണ്ടി ലോഞ്ച് ചെയ്തേക്കാം. ലിസ്റ്റിലെ 7ാമത്തെ ബൈക്ക് ഹിമാലയൻ്റെ 440 ആണ്. ഈ അടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, ഹിമാലയൻ തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൺഫേം തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. നമ്മളെ പഴയ ഹിമാലയൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പം 1-2 വർഷമാകാൻ പോകുന്നു. ഇപ്പോൾ 450 മാർക്കറ്റിലുണ്ടെങ്കിലും പ്രത്യേകിച്ച് 411 പ്രത്യേകിച്ചൊരു ഫാൻ ബേസ് ഉണ്ട്. ആ ഒരു ബൈക്കാണെങ്കിൽ നല്ല കംഫർട്ടാണ്. ലോങ് ടൂറിങ്ങിനും പ്രത്യേകിച്ച് അഡ്വഞ്ചറിനൊക്കെ നല്ല കംഫർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിംഗ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പഴയ 411ൻ്റെ സെയിം ഡിസൈനിലായിരിക്കും വണ്ടി ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ എഞ്ചിനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴത്തെ സ്ക്രാമിൻ്റെ 440ൻ്റെ എഞ്ചിനാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അതും 411ൻ്റെ എഞ്ചിനാണെങ്കിലും അതിൻ്റെ ബോർ സൈസിലും സ്ട്രോക്കിലൊക്കെ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള എഞ്ചിനാക്കി മാറ്റിയിട്ടുണ്ട്. 440cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. മാക്സിമം പവർ 25 bhp ആണ്. മാക്സിമം ടോർക്ക് 34 Nm ആണ്. പഴയതിന് 5 സ്പീഡ് ആയിരുന്നു, ഇപ്പോഴത്തേന് 6 സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പഴയ ഹിമാലയന് 5 സ്പീഡ് ആയതുകൊണ്ട് തന്നെ ഹൈവേസിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് ലാഗായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പഴയ 411നേക്കാൾ കുറച്ചും കൂടി പിക്കപ്പുള്ള എഞ്ചിനാണ്. ഒരു 1-2 bhp കൂടിയേക്കാം. ലോൻ്റെ ടോർക്ക് കുറച്ച് ഹൈ ആണ്. ടോർക്കിലും ചെറിയ വ്യത്യാസം വന്നേക്കാം. പിന്നെ വണ്ടിയുടെ ഷോക്ക് സെറ്റപ്പ്, വണ്ടിയുടെ മീറ്റർ കൺസോള്, സീറ്റ്, ടെയിൽ സെക്ഷൻ, ടാങ്ക് അതൊക്കെ സെയിം തന്നെയായിരിക്കും. അതിലൊരു മാറ്റം വരില്ല. നിങ്ങളൊരു പഴയ ഹിമാലയനൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെക്കൻഡൊക്കെ എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് ഡീലർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വണ്ടി ഓണത്തിനടുത്ത് തന്നെ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വണ്ടിയുടെ ഒരു എക്സ്ഷോറൂം പ്രൈസ് ഒരു 2.6 അല്ലെങ്കിൽ 2.8 ലാക്കോളം വരും. എന്തായാലും 3 ലക്ഷത്തിന് മുകളിൽ തന്നെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഉണ്ടാവും. ലിസ്റ്റിൽ 8ാമത്തെ ബൈക്ക് ഹിമാലയൻ്റെ 750 ആണ്. ഈ അടുത്ത് 2 ദിവസം മുമ്പ് ഒരു വണ്ടി ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ആണ് 750cc. ഇപ്പോൾ 750cc 2 ബൈക്കാണ് അവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ഹിമാലയനും മറ്റേതൊരു GTയും. ഒരു പക്ഷേ ഫസ്റ്റ് തന്നെ ഹിമാലയം വന്നേക്കാം, അതിന് ശേഷമായിരിക്കും GT വരാൻ പോകുന്നത്. ഹിമാലയം കുറച്ചും കൂടി അഡ്വഞ്ചർ ടൂറർ ഫോക്കസ്ഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. കുറച്ചും കൂടി അഡ്വഞ്ചറിനേക്കാൾ കൂടുതൽ ടൂറിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. പഴയ ഹിമാലയനേക്കാൾ കുറച്ചും കൂടി ബിഗറാണ്. എഞ്ചിൻ മാത്രമല്ല, വണ്ടി പറഞ്ഞാൽ കുറച്ച് ബിഗറായിരിക്കും. ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആയിരിക്കും. ചിലപ്പോൾ റീബൗണ്ട് കംപ്രസർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോക്ക് സെറ്റപ്പ് ആയിരിക്കും. ബാക്കിൽ അഡ്ജസ്റ്റബിലിറ്റിയുള്ള മോണോ ഷോക്ക് തന്നെയാണ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഫുട്ടേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ ടിൻ ഡിസ്ക് വരുന്നുണ്ട്, ബാക്കിൽ സിംഗിൾ ഡിസ്ക്കാണ്. ബ്രേക്കിംഗ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ TFT മീറ്റർ കൺസോൾ, ട്രാക്ഷൻ കൺട്രോൾ, റൈഡിംഗ് മോഡ്സൊക്കെ, പിന്നെ മ്യൂസിക് കൺട്രോൾ, ബ്ലൂടൂത്ത് ഒക്കെ, നാവിഗേഷനൊക്കെ അവർ കൊടുത്തേക്കാം. 750cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. മാക്സിമം പവർ ഒരു 60 bhp, മാക്സിമം ടോർക്ക് ഒരു 65 Nm ആയിരിക്കും. വണ്ടി 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പഴയത് വെച്ച് നോക്കുമ്പോൾ ഹൈവേ പെർഫോമൻസ് കുറച്ചും കൂടി കൂടും. ലോങ് ടൂറിങ്ങിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പില്ലണ വെച്ചുകൊണ്ട് ലഗേജ് വെച്ചുകൊണ്ടൊക്കെ ഓടാൻ പറ്റും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഏകദേശം ഒരു 240 kg വെയിറ്റ് വന്നേക്കാം. വണ്ടിയുടെ ലോഞ്ച് ഈ വർഷം ഒക്ടോബർ നവംബറിലേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹിമാലയൻ്റെ ഒരു 750 എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം 8 മോഡൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കുറേയൊക്കെ കൺഫേം ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് റൂമേഴ്സായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ബൈക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്കിൻ്റെ ലോഞ്ച് ഡീറ്റെയിൽസ് അറിയണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.